മണി വടിയൊക്കെ എടുത്തിട്ടിരിക്കും കേട്ടാ. ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ കയറി. അപ്പോൾ നല്ല സുഖം കാറ്റിട്ടാ. റിയോസ്ക്കും കയറിയിട്ടുണ്ട്. പക്ഷെ എന്താ ഒരു പരുന്ത് ഇങ്ങനെ വരിക. ഒരു ദിവസം എൻ്റെ തലക്കം മേടിയിട്ടാ. റീസിന് 2 വട്ടം വേട്ടം കിട്ടി. അപ്പോൾ സമയമായിട്ടില്ല, നോമ്പ് തുറക്കാൻ സമയമാവണല്ലോ. അപ്പോൾ അതുവരെ ഒന്ന് വെള്ളവും നിറയ്ക്കണം ടാങ്കിൽ. അപ്പോൾ ഇവിടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ ഇത്ര നേരം നിന്ന് ചുട്ടിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ നല്ല സുഖട്ടാ. കാറ്റ് തട്ടുമ്പോൾ അടിപൊളി സുഖമായിട്ടുണ്ട്. അപ്പം ഇന്ന് നോമ്പ് തുറക്കാൻ ചായ, പള്ളിക്കഞ്ഞി, ദോശയും സാമ്പാറും ചട്നി കേട്ടോ. ഇന്ന് ദോശ ചുട്ടു. മാവ് ആട്ടി ഞാൻ രാത്രി അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട്, അരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് രാവിലെ ആട്ടി വെച്ചു. അപ്പോൾ വൈകുന്നേരം ചൂടായി. അപ്പോൾ നല്ല പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ 2 ചുട്ട് കൊടുത്തു. ബാക്കി ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഇപ്പോൾ സാമ്പാറാട്ടോ. പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിക്കാൻ നേരത്തെ എനിക്ക് ചൂടോടെ ചുട്ടാൽ മതി. അപ്പോൾ ഇവിടെ നിന്നാൽ നല്ല സുഖമാട്ടോ. എത്തി നോക്കട്ടാ എത്തി നോക്കട്ടാ. അതുപോലെ ഇവിടുന്ന് പിന്നെ നമ്മുടെ ഇതൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. എന്താ കാണുന്നത്? എന്താന്ന് അതിന് പറയാ? ഇതിനെന്താ പറയാ? ചന്ദ്രനോ? അതാ എൻ്റെ ഫോണിൽ കൂടെ കാണുന്നുണ്ട. എന്താ ഇതിന് പറയാ? ആ ഓറഞ്ച് കളറ് ഞാൻ ഓഫാക്കിയിട്ട് വണ്ടി താഴെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നോക്കാം, നല്ല അടിപൊളി. കമൻറ്റിൽ 2-3 പറഞ്ഞു നല്ല രസമുള്ള സ്ഥലം എന്നൊക്കെ. ഇവിടെ നിൽക്കാൻ നല്ല സുഖമായിട്ടാണ് കണ്ടോ കാണുന്നത്. ഫോണിൽ ചെറുതായിട്ടല്ലേ കാണുന്നത്, പക്ഷെ നല്ല വലുതായിട്ടല്ലേ ഞങ്ങൾക്ക് കാണുന്നത്. എന്തായാലും ഇപ്രാവശ്യത്തെ നോമ്പിന് ഞങ്ങൾ ഇവിടെ എത്തുന്നു ഞങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടില്ല കേട്ടോ. അള്ളാൻ്റെ ഓരോ വിധി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ള ഇപ്രാവശ്യം നോമ്പ് ഇവിടെയാണ് നമുക്ക് നിയത്താക്കിയേക്കണം. അവൻ പോണു സൈക്കിളിൽ നോക്ക്. പേടിയല്ലേ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകാം അല്ലേ? റിയാസ്ക്ക് ഒന്നും പറയണില്ല. റിയാസ്ക്ക് ഇടത്തിലും കയ്യും കുത്തി ഇങ്ങനെ നിൽക്കുക. ആരോ കമൻറ്റിൽ പറഞ്ഞേ അവൻ സൈക്കിൾ ഓട്ടിട്ട് പോണു കണ്ടോ അതിൽ കൂടെ. അപ്പം എന്നാൽ ഇനി നോമ്പ് തുറക്കാൻ കുറച്ച് നേരം സമയമാവും. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ നിൽക്കാൻ. ഇതിൽ നിറയെ മാങ്ങ നോക്കിയെന്ന്. തോട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് ഒരു തോട്ടിയിട്ടിട്ട് ഇങ്ങനെ വലിക്കാല്ലേ സുഖമായിട്ട് അല്ലേ? അവർക്ക് ടെറസൊന്നും വലിക്കാൻ നമുക്ക് തോട്ടിട്ട് നിറയെ. പക്ഷേ ഈ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പരുന്തല്ല അത്. അപ്പം ടാറ്റ.